നമസ്കാരം. പ്രബുദ്ധ കേരളം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു മുഖം കൂടിയുണ്ട്. അതിലേക്ക് വരാൻ കുറച്ചു നാൾ മുമ്പ് വനിതയിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാകും. അത് മാത്രമല്ല, അതിലേറെ കാര്യങ്ങൾ വാർത്തയായി മറ്റുള്ളവയിലുമൊക്കെ വന്നിട്ടുമുണ്ട്. പക്ഷേ ഈ വനിതയിലേത് ഒരു പ്രത്യേക കാര്യമാണ്. അത് ഏതാണ്ട് ഇങ്ങനെയാണ്. ഫാമിലി പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് സേഫ് പീരീഡ് നോക്കി മാത്രം ബന്ധപ്പെടാൻ താല്പര്യം കാണിച്ചിരുന്ന ഭർത്താവായിരുന്നു ആ സ്ത്രീയുടേത്. എന്നാൽ ആ പതിവ് തെറ്റിച്ച് ആർത്തവ സമയത്തും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ മുൻകൈ എടുക്കുന്നത് കണ്ടപ്പോൾ ഭാര്യയ്ക്ക് ഒരു സംശയം. അതിൻ്റെ കൂടെ ബന്ധപ്പെടുന്നതിൻ്റെ കൂടെ പിറുപിറുക്കുകയും രക്തത്തിൽ വിരൽ മുക്കി എന്തൊക്കെയോ എഴുതുകയും ഒക്കെ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ഭാര്യ രഹസ്യമായി മനഃശാസ്ത്രജ്ഞനെ കണ്ടു. ഭർത്താവിൻ്റെ മാനസിക വിഭ്രാന്തികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ച അവൾ ഡോക്ടറുടെ വാക്കുകൾ കേട്ട് സത്യത്തിൽ ഞെട്ടിത്തരിച്ചു. കൊച്ചിയിൽ സോഫ്റ്റ്വെയർ ബിസിനസ് നടത്തുന്ന ഭർത്താവ് സാത്താൻ ആരാധന പോലെയുള്ള ഏതോ ദുർമന്ത്രവാദം ചെയ്യുന്നതാണ് ഈ കാണിച്ചു കൂട്ടിയതെല്ലാം. ഒരുപക്ഷെ ആ കാലത്ത് ഇതെല്ലാം മറച്ചുവെച്ച് ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ മറച്ചുവെച്ച് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്ത അവർ ഇപ്പോൾ ഡിവോഴ്സൊക്കെ വാങ്ങിയിരിക്കാം. ഈ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, സാത്താൻ സേവ എന്നുള്ള സംഭവം അത് ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നിലനിൽക്കുക തന്നെ ചെയ്യുകയാണ്. ദൈവം, പിശാച്, ആത്മാവ്, സ്വർഗം, നരകം, മനുഷ്യന്റെ അറിവിനും ബോധ്യത്തിനുമൊക്കെ അപ്പുറമുള്ള ഇത്തരം വിഷയങ്ങളെ അവർ എപ്പോഴും, അതായത് മനുഷ്യൻ എപ്പോഴും അത്ഭുതത്തോടെ, അതിലുപരി തന്നെ ഒരു ഭയത്തോടെയൊക്കെയാണ് കണ്ടിരുന്നത്. ഉത്തരം കിട്ടാത്ത പ്രതിഭാസങ്ങളെ മനുഷ്യൻ നേരിട്ടത് ഒരു തരത്തിൽ, എന്താ പറയുക, രണ്ട് തരത്തിലാണ് അവഗണിക്കുക. ഒരു കൂട്ടർ ഉത്തരം കിട്ടാത്ത ഇത്തരം കാര്യങ്ങളെയൊക്കെ അവർ മറ്റൊരു തരത്തിലാണ് മറികടന്നത്. ഒരു കൂട്ടർ ഇതിനെ അവഗണിച്ചു കളഞ്ഞു. മറ്റൊരു കൂട്ടർ പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച കഥകളിലൂടെ വിശ്വസിച്ച് അത് അനുസരിച്ചു. വിദേശികളെ അടക്കം പങ്കെടുക്കുന്ന ഇത്തരം സാത്താൻ സേവകൾ പലപ്പോഴും സ്പോൺസർ ചെയ്യുന്നത് ലഹരി മാഫിയകളാണ്. അതീന്ദ്രിയ ശക്തി ലഭിക്കുമെന്നും സമ്പത്ത് ലഭിക്കുമെന്നും ശത്രുക്കളെ ഇല്ലാതെയാക്കാൻ സാധിക്കുമെന്നുമുള്ള ധാരണകളിലാണ് പലരും ഇത്തരം സംഘങ്ങളുടെയൊക്കെ ഭാഗമായി മാറിപ്പോകുന്നത്. സാത്താൻ സേവകർ ഇതിനായി ഞെട്ടിക്കുന്ന ആഭിചാര ക്രിയകൾ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് വിവരം. ഇവരുടെ ഇഷ്ട നമ്പർ 13 ആണ്. 13-ാം തീയതി വെള്ളിയാഴ്ചയാവുന്ന ദിവസങ്ങളിൽ ഇത്തരം ആഭിചാരങ്ങൾ കൂടുതലായി നടക്കുന്നുവെന്ന റിപ്പോർട്ടുമൊക്കെ പുറത്തു വന്നിരുന്നു. ഇത്തരം സാത്താൻ സേവകൾക്കായി കേരളത്തിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിലേക്ക് തന്നെയാണ് കിളിയൂരിൽ അച്ഛനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിലും തെളിയുന്നത്. ഈ സൂപ്പർ സൈക്കോ ലക്ഷ്യമിട്ടത് 5 പേരെയാണ്. അച്ഛനെയും അമ്മയെയും സഹോദരിയെയും വകവരുത്തുകയായിരുന്നു ലക്ഷ്യം. കേഡൽ ജിൻസൺ രാജ പ്രകടിപ്പിച്ച അതേ സൈക്കോ മനോഭാവം. അരുണാചൽ പ്രദേശിൽ ദമ്പതിമാരടക്കം 3 മലയാളികൾ ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ഏതെങ്കിലും വ്യക്തിയുടെയോ സംഘത്തിന്റെയോ പ്രേരണയോ സഹായമോ ഉണ്ടോ എന്നത് പോലീസിനെ വട്ടം ചുറ്റിച്ചിരുന്നു. മരണത്തിനു ശേഷം അന്യഗ്രഹ ജീവിതം ലഭിക്കുമെന്ന വിശ്വാസമാണ് ദമ്പതിമാരായ നവീന്റെയും ദേവിയുടെയും കൂട്ടുകാരി ആര്യയുടെയും ആത്മഹത്യക്ക് പിന്നിലെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇവിടെയും സാത്താൻ സേവ ചർച്ചയായി. പക്ഷേ പോലീസ് ചെറുവിരൽ അനക്കിയില്ല. സാത്താൻ സേവക്കാരിൽ സമൂഹത്തിലെ VVIPകളും ഉണ്ട് എന്നത് തന്നെയായിരുന്നു ഇതിന് പിന്നിലെ പ്രധാന കാരണം. പ്രധാനമായും നഗരങ്ങളിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന വീടുകളും ഫ്ളാറ്റുകളും ഒക്കെ കേന്ദ്രീകരിച്ച് സാത്താൻ ആരാധന നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സമൂഹത്തിലെ ഉന്നത നിലയിലുള്ളവർ പലരുമാണ് ഇത്തരം സംഘങ്ങളിലെ അംഗങ്ങളെന്നതാണ് ഞെട്ടിക്കുന്നത്. സാത്താൻ സേവയിലൂടെ ശത്രുക്കളിൽ നിന്ന് രക്ഷയും ഒപ്പം സമ്പാദ്യം കുമിഞ്ഞുകൂടുമെന്ന വിശ്വാസത്തിലുമൊക്കെ ഇത്തരം സംഘങ്ങളിൽ അംഗങ്ങളാകുന്നവരിൽ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ കൂടി ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാകുമ്പോൾ ഞെട്ടിപ്പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിൽ ഇത്തരം കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള വല്ലാത്തൊരു തരം ആശ്ചര്യവും അമ്പരപ്പുമൊക്കെ നമുക്കുണ്ടാകുന്നതും. ഭയജനകവും വിചിത്രവുമാണ് ഇവരുടെ രീതികൾ. കിളിയൂരിലും ഇത് വ്യക്തമാണ്. 5-ാം തീയതി രാവിലെയാണ് കിളിയൂർ ചാരുവിള ബംഗ്ലാവിൽ ജോസിനെ മകൻ പ്രജിൻ ജോസ് അതിക്രൂരമായിട്ട് വെട്ടിക്കൊല്ലുന്നത്.
സോഫയിൽ കിടക്കുകയായിരുന്ന അച്ഛന്റെ കഴുത്തിലാണ് പ്രതി ആദ്യം വെട്ടിയത്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ പിന്തുടർന്നെത്തി അടുക്കളയിൽ വെച്ച് തലയിലും നെഞ്ചിലും വെട്ടിപ്പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത്. മറ്റാരുടെയോ നിർദ്ദേശപ്രകാരമാണ് ഈ കൊലയെന്ന സംശയം പോലീസിനുമുണ്ട്. പ്രജിന് ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ടെന്നാണ് ബന്ധുക്കളുടെ സംശയം. പ്രജിനെ ഭയന്നാണ് മാതാപിതാക്കൾ വീട്ടിൽ കഴിഞ്ഞിരുന്നത് എന്നും എന്തെങ്കിലും ചോദിച്ചാൽ ഇവരെ മർദ്ദിക്കുന്നത് പതിവായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുകയും ചെയ്യുന്നു. അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തും മുൻപ് പ്രജിൻ തന്റെ ശരീരത്തിലെ രോമവും തലമുടിയും സ്വയം നീക്കം ചെയ്തിരുന്നു. എന്നാൽ ഇയാളുടെ മുറിയിൽ ഇതിനേക്കാളേറെ തലമുടിയുടെ ഒരു കൂമ്പാരമാണ് കണ്ടെത്തിയത്. ഭസ്മവും കളിമണ്ണും മുറിയിലുണ്ടായിരുന്നു. ജോസിന്റെ കൊലപാതകത്തിന് മുൻപ് പ്രജിൻ തന്റെ ഐഫോൺ അടക്കമുള്ള ഫോണുകൾ ഫോർമാറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. തന്നെ ആഭിചാരത്തിന്റെ വഴിയെ നയിച്ചവരുടെ വിവരങ്ങൾ പുറത്തറിയാതിരിക്കാനായിരുന്നു ഇതെന്നാണ് സൂചന. വീട്ടിൽ നിന്നും കിട്ടിയ കുറിപ്പുകളിലാണ് പ്രജിന്റെ കൊലപാതക പദ്ധതികൾ പോലീസ് തിരിച്ചറിയുന്നത്. ജോസിന്റെ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് വീട്ടിലൊരു മോഷണ ശ്രമം നടന്നിരുന്നു. ചില കുറിപ്പുകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി. എന്നാൽ ഇതിനു പിന്നിലും പ്രജിനാണെന്നാണ് നിലവിലെ സംശയം. അന്നേ ദിവസം കിട്ടിയ കുറിപ്പിന് സമാനമായ പല കുറിപ്പുകളും ഇയാളുടെ മുറിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. വിചിത്രമായ കുറിപ്പുകളും പ്രതിമകളും പല വിധത്തിലുള്ള ഉപകരണങ്ങളുമാണ് പ്രജിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത്. ഐ ആം സൂപ്പർ സൈക്കോ എന്ന് തുടങ്ങുന്ന പല വാചകങ്ങളും ഇയാൾ മുറിയിൽ എഴുതി വച്ചിരുന്നു. കളിമണ്ണ് നിർമ്മിച്ച പ്രതിമകളും മറ്റു ചില രൂപങ്ങളും കണ്ടെത്തി. കളിമണ്ണ് കൊണ്ട് പ്രതിമയുണ്ടാക്കി അതിന്റെ തല ഛേദിക്കുന്നത് പ്രജിന്റെ ഒരു സ്വഭാവമായിരുന്നു. ഹാർഡ്വെയർ കടയിൽ നിന്ന് ലഭിക്കുന്ന പല വസ്തുക്കളും ഉപയോഗിച്ച് വിവിധ തരം ടൂൾസും ഇയാൾ നിർമ്മിച്ചിരുന്നു. ഇതെല്ലാം തന്നെ സാത്താൻ സേവയിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവങ്ങളാണ്. കൊച്ചിയിൽ സിനിമാ പഠനത്തിന് പോയ ശേഷമായിരുന്നു പ്രജിൻ ഇങ്ങനെയെല്ലാം തന്നെ ആയി മാറിയത്. ഇതിനു പിന്നിലെ വസ്തുത പ്രജിനെ ചോദ്യം ചെയ്താൽ മാത്രമേ അറിയാൻ കഴിയൂ. ഇതിന്റെ ഉന്മൂലനത്തിലേക്കും കടക്കാം. പക്ഷേ അതിന് പോലീസ് ശ്രമിക്കുമോ എന്നതാണ് നിർണായകം. കേരളത്തിൽ സാത്താൻ സേവ വിശ്വാസികളെ ഒന്നിച്ചു ചേർത്ത് മാസ് പ്രേയർ നടത്താൻ പോകുന്നു എന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കൊച്ചിയിലെ ദ്വീപിൽ സാത്താൻ ആരാധകർ യോഗം ചേരാൻ പോവുകയാണെന്ന വാർത്തകൾ വർഷങ്ങൾക്ക് മുമ്പേ പുറത്തു വന്നതാണ്. ക്രിസ്തുമത വിശ്വാസികളായ 1000 കന്യകമാരുടെ രക്തം വീഴ്ത്തിയുള്ള പ്രത്യേക പൂജകളാണ് ഇവർ ലക്ഷ്യം വെച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചതായും വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ വാർത്തകൾക്കപ്പുറം ഒന്നും സംഭവിച്ചില്ല. സാത്താൻ സേവാ സംഘങ്ങൾ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ ഒത്തുചേരുന്നുണ്ട്. ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളും നിലവിലുണ്ട്. കൊച്ചി കേന്ദ്രീകരിച്ചുള്ള പ്രധാന സംഘമാണ് സാത്താൻ സേവ വിശ്വാസികളെ ഒരുമിച്ചു ചേർത്ത് പ്രാർത്ഥന നടത്തുന്നതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നന്ദി.